ഫീൽ ഗുഡാണോ ലൈക്ക് എമോൺ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൂവിയാണ്, ഫാമിലി ലൈഫ് മൂവിയാണ്. എല്ലാവരും പോയി തിയേറ്ററിൽ പോയി മൂവി കാണാം. ഇന്ന് റിലീസ് ആയിട്ടുണ്ട്. ആരും ഒ ടി ടിക്ക് വെയിറ്റ് ചെയ്യാതെ ഇന്ന് തന്നെ പോയി കാണാം. ഫാമിലിക്കൊക്കെ വർക്കാവുന്ന മൂവിയാന്ന് തോന്നി. ലാസ്റ്റ് ഇമോഷണൽ സംഭവം വന്നപ്പോഴത്തേക്കും എല്ലാവരും സൈലൻ്റൊക്കെ ആയി. എല്ലാവർക്കും വർക്കാവുന്ന മൂവിയാണ്. എല്ലാവരും കരയൊക്കെ ചെയ്തു. ദൈവത്തെ കണ്ടോ മോള്? ദൈവത്തെ കണ്ടോ? ദൈവം എങ്ങനെയുണ്ടായിരുന്നു? തുടക്കം മുതൽ തീരുന്നവരെ എങ്ങനെ സിനിമ തീരുന്നത് പോലും അറിയുന്നില്ല. പിന്നെ ശരിക്കും മനസ്സിൽ തട്ടുന്നു. സൈജു സണ്ണി സിനിമ അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമായി. ലാസ്റ്റ് ഒന്ന് കരയിപ്പിച്ച് നല്ലോണം. ഒരുപാട് സന്തോഷമായിട്ട് എന്താണ് ഇത് പറയുന്നത്. എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും അഭിനയിച്ചത് എല്ലാവരും ഒന്നായിട്ട് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ഫിലിമിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ്. ദൈവം പൊളി. അത് കാണാൻ തന്നെ ഭയങ്കര ബ്ലെസ്സിംഗ് പോലെ ആയിരുന്നു. ദൈവത്തിന്റെ അടുത്ത് ഇപ്പൊ എന്തെങ്കിലും ആഗ്രഹം ചോദിക്കണമെന്ന് തോന്നുന്നു. ഇതിപ്പോ നോർമലി എല്ലാവർക്കും ഒരു കാര്യമാണ് ദൈവത്തിനോടുള്ള വിശ്വാസം പോവുക. കാരണം നമുക്ക് പല കാര്യങ്ങളും നടക്കുകയാകുമ്പോൾ നമുക്കൊരു ട്രസ്റ്റ് കുറയും. നമ്മൾ ആഗ്രഹിച്ചത് നടക്കുന്നില്ല, പിന്നെ ഇതിനെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പക്ഷെ അത് അങ്ങനെയല്ല, നമ്മളെന്തും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അത് നടക്കും. അതിൻ്റെ സമയമാവും. അതിന് നല്ലൊരു തോട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സണ്ണിമേൻ എങ്ങനെ? ലാസ്റ്റിലേക്ക് നല്ല ഇമോഷണലായിട്ട് എല്ലാവരും പോയിട്ട് കാണാം. തിയേറ്ററിലെല്ലാം പോയിട്ട് കാണാം. ഇപ്പം മോക്ക് കിട്ടിയ പോലത്തെ ഒരു മുട്ടായി എനിക്കും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഉടനെ തന്നെ ഒരു ഹിറ്റ് കൊടുത്തത്. അപ്പോൾ ആ മുട്ടായി കിട്ടാത്ത കൊണ്ട് ഒരു എന്താണ് 50-50 പക്ഷേ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് മുട്ടായി കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അത് വർക്ക് ആവുമായിരിക്കാൻ തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് അല്ലേ മോളെ? മലയാളം ഇൻഡസ്ട്രി, യെസ്, മലയാളം ഇൻഡസ്ട്രി അങ്ങനെ എന്താണ് പന്തലിക്കട്ടെ. മലയാളം ഇൻഡസ്ട്രി പന്തലിച്ചാൽ നമുക്ക് നമ്മളെ പോലെയുള്ള അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഗുണമുള്ള നമ്മൾ എനിക്കുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും. അപ്പം എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. 2025 അത് പ്രൊഡ്യൂസേഴ്സിൻ്റെ തീരുമാനമാണ്, അത് നമ്മുടെ തീരുമാനമല്ല. പ്രൊഡ്യൂസേഴ്സ് തീരുമാനിച്ചു ഈ ദിവസം തന്നെ റിലീസ് ചെയ്യുന്നത്. അത് അവരാണ്. എല്ലാവരോടും സിനിമ കാണണം എന്ന് വേണം. ശരിക്കും ഊമയല്ല, ശരിക്കും സംസാരം തുടങ്ങിയാൽ അല്ലെങ്കിൽ സംസാരിക്കോ? ശരിക്കും സംസാരിക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ സംസാരം നിർത്തൂല. കുറെ കഥ പറയും. ഒരു മിഠായി കിട്ടിയിട്ട് വായിൽ കൊടുത്ത് സംസാരം നിർത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അമ്മയായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പാവണ ശരിക്കും സിനിമത്തെ അമ്മ പാവായിരുന്നു. രണ്ടമ്മയും പാവേ സംശയട്ടാ പറഞ്ഞ നീ ഇവിടെ വെയിറ്റ് വെച്ചട്ടാ. ആക്ച്വലി പടത്തിൽ ഫസ്റ്റ് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ചെറിയൊരു ഭാഗമല്ലേ എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോറി ആയിട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, ഒരു പവറിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു പോസിറ്റീവ് പവറിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്റ്റ് ആകുന്നത്. പിന്നെ മാത്രമല്ല ഞങ്ങൾക്ക് 2 ദിവസം മുമ്പ് ഇതിൻ്റെ പ്രിവ്യൂ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്. അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ക്യാരക്ടർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് എല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ചെറിയൊരു ഭാഗമാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. വീട്ടിലെ അമ്മമാരെയും അച്ഛന്മാരെയും എല്ലാവരെയും കൂട്ടിപ്പോയി കാണേണ്ട സിനിമയാണ്. മെയിൻലി ഞാനത് എടുത്തു പറയുന്നു. കാരണം
എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും പ്രായമായവരൊക്കെ സിനിമ കാണാൻ പോകുന്നത്. പിന്നെ എല്ലാവർക്കും ഇപ്പോഴത്തെ സിനിമകളെ കൊണ്ട് കാണിക്കാൻ പറ്റുമില്ലോ എന്നുള്ള സംശയത്തിലൊക്കെയാണ് ഓരോരുത്തരും സിനിമയ്ക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഈ സിനിമ കണ്ണടച്ച് പേരൻസിനെയും ഫാമിലിയായിട്ടും മക്കളെയും എല്ലാവരെയും കൊണ്ട് കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അതുകൊണ്ട് അമ്മമാരെയും അച്ഛന്മാരെയും മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഈ സിനിമ നിങ്ങൾ എല്ലാവരും പോയി കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം. എല്ലാ സിനിമകളും കാണാനായിട്ട് ഫുൾ ഫാമിലി തയ്യാറായി വരാറില്ല. പല സിനിമകളും എല്ലാവർക്കും ആസ്വദിക്കാൻ സാധിക്കാറില്ല. പക്ഷേ ഇത് ഇറ്റ്സ് ലൈക്ക് അമ്മമാരെ മുതൽ കുഞ്ഞുങ്ങൾ വരെ എല്ലാവരും ഫാമിലിയായിട്ട് വന്ന് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തോട്ടാണ്. പിന്നെ എനിക്ക് പൊതുവെ ഇങ്ങനെ ചെറിയ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ നടക്കുന്നത് ഇഷ്ടമാണ്. ആ രീതിയിൽ ഒരുപാട് ആസ്വദിച്ച് ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ഫാമിലി ആയിട്ട് വന്ന് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ആ ഒരു അവസരം എല്ലാവരും തിയേറ്ററിൽ തന്നെ ഉപയോഗപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെയാണെങ്കിലും സൈജേട്ടനാണെങ്കിലും സണ്ണി ആണെങ്കിലും പിന്നെ ഒരു വൈശാഖ് മോളെല്ലാവരും മിസ്സിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം ഫുൾ കാസ്റ്റിംഗ് തന്നെയാണ്. സോ പ്ലീസ് ഡു വാച്ചിങ് തിയേറ്റേഴ്സിൽ അമ്മമാരെയൊക്കെ ധൈര്യപൂർവ്വം കൂട്ടി വന്നോളൂ. എല്ലാവർക്കും കുടുംബമായിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. ഭയങ്കര ഇമോഷണൽ. ഇതിന് മുമ്പ് ഇതുപോലെ ഗോഡ് റിലേറ്റഡ് മൂവീസ് വന്നിട്ടില്ലേ? അതിൽ നിന്ന് എങ്ങനെ അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. സണ്ണിയിലൊക്കെ നല്ല രസമായിരുന്നു. ഗോഡ് ഇമോഷണലി കണക്റ്റ് ആയോ? കണക്റ്റായി ഭയങ്കര